വംശീയ കലാപം തുടരുന്ന മണിപ്പൂരിൽ കനത്ത ജാഗ്രത. സംഘർഷം രൂക്ഷമായ ജിരിബാമിൽ ആൾക്കൂട്ടത്തിന് വിലക്ക് ഏർപ്പെടുത്തി. 5 പേരിൽ കൂടുതൽ കൂട്ടം കൂടരുതെന്നാണ് നിർദ്ദേശം. അതേസമയം മുഖ്യമന്ത്രി ബീരൺ സിംഗും MLA-മാരും ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തി. കഴിഞ്ഞ ദിവസത്തെ കൂടിക്കാഴ്ചയിലും ക്രമസമാധാനം പുനഃസ്ഥാപിക്കാനുള്ള തീരുമാനങ്ങൾ ഉണ്ടാകാത്തതിനെ തുടർന്നാണ് ഇന്ന് കൂടിക്കാഴ്ച നടത്തിയത്. സംഘർഷത്തിൽ ജിരിബാമിൽ മാത്രം കൊല്ലപ്പെട്ടത് 6 പേരാണ്. സ്വാതി സന്തോഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അസിത, 1.5 വർഷക്കാലമായി വംശീയ കലാപം തുടരുന്ന മണിപ്പൂരിൽ വീണ്ടും സംഘർഷം ഉണ്ടായതിനു പിന്നാലെ കനത്ത ജാഗ്രതയിലാണ് സംസ്ഥാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ ക്രമസമാധാന നില പൂർണ്ണമായും തകർന്നിരിക്കുന്ന സാഹചര്യമാണ്. വിവിധ പ്രദേശങ്ങളിൽ ഡ്രോൺ ആക്രമണങ്ങളും മിസൈൽ ആക്രമണങ്ങളും തുടരുന്ന സാഹചര്യത്തിൽ കനത്ത ജാഗ്രത തന്നെയാണ് സംസ്ഥാനത്ത് ഉള്ളത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ജിരിബാമിലാണ് നിരവധി ആളുകൾ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന സാഹചര്യമുള്ളത്. മരണസംഖ്യ 6 കടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്ഥലത്ത് അതീവ ജാഗ്രതയാണ്. ആൾക്കൂട്ടത്തിനടക്കം വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. 5 പേരിൽ കൂടുതൽ ആളുകൾ പുറത്തിറങ്ങരുത് എന്ന നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. ആയുധങ്ങൾ കൈവശം വെക്കുന്നതിനടക്കം നിരോധനമുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം സൈന്യം നടത്തിയ തിരച്ചിലിൽ നിരവധി ആയുധ ശേഖരണങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. ഇന്ന് നിലവിൽ ആന്റി ഡ്രോൺ സംവിധാനങ്ങളടക്കം വിന്യസിച്ചുകൊണ്ടാണ് സുരക്ഷ ശക്തമാക്കിയിട്ടുള്ളത്. മാത്രമല്ല, പെട്രോളിങ്ങിനും ഏരിയൽ സർവേ നടത്തുന്നതിനുമായി സൈനികരെ കൂടുതലായി വിന്യസിച്ചിട്ടുണ്ട്. അതേസമയം ക്രമസമാധാനം പുനഃസ്ഥാപിക്കുന്നതിൽ ബീരൺ സിംഗ് സർക്കാരിന്, അതായത് BJP ഭരിക്കുന്ന സംസ്ഥാന സർക്കാരിന് വലിയ തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വിമർശനം തന്നെയാണ് ശക്തമാവുന്നത്. കുറെ കാലമായി സംസ്ഥാനത്ത് നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും ബീരൺ സിംഗ് വിഷയത്തിൽ ഇടപെടാത്തതും അതോടൊപ്പം തന്നെ കേന്ദ്രം മൗനം തുടരുന്നതും വലിയ തരത്തിലുള്ള വിമർശനങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ക്രമസമാധാനം പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായി ഇന്ന് ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ബീരൺ സിംഗും അതോടൊപ്പം തന്നെ ഭരണകക്ഷി MLA-മാരുമാണ് ഇന്ന് ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയത്. അസിത. സ്വാതി സന്തോഷ് വിവരങ്ങൾ നൽകിയത്.